പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമാണ് മൃതദേഹങ്ങൾ ജന്മനാടുകളിൽ എത്തിച്ചത്. മുഖ്യമന്ത്രിമാരും കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും കൊല്ലപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിച്ചു. ഉല്ലാസയാത്രയ്ക്കായി ചിരിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങിയവരുടെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെ വിറയലിലാണ് ഈ കുടുംബങ്ങൾ. ഭാര്യയും മക്കളുമൊത്താണ് പലരും കശ്മീരിലേക്ക് പോയത്. തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ആംബുലൻസിൽ ജീവനില്ലാത്ത ഉറ്റവരുടെ ചാരത്ത് അവർ ഉണ്ടായിരുന്നു. കൺമുന്നിൽ പ്രിയപ്പെട്ടവർ പിടഞ്ഞു വീണതിൻ്റെ നടുക്കം ആ കണ്ണുകളിലുണ്ട്. गोली साइड में रख के उससे पूछा हिंदू है कि मुसलमान? मुसलमान है तो पहले कलमा पढ़ के दिखा. जैसे हमें पता ही नहीं, हम पीछे पलट के देखे हो क्या रहा है. हम उसकी तरफ स्माइल करके पूछे भैया क्या हुआ? कह रहे हिंदू है मुसलमान. मैंने कहा हिंदू, मार दिया. पहली गन उसी पे चलाई. उसके बाद 70 लोगों को मार दिया. क्यों मार दिया? കൗസ്തുഭ്, ഗൻബോട്ടെ എന്നിവരുടെ മൃതദേഹം പുലർച്ചെ വീടുകളിലെത്തിച്ചു. ബംഗളൂരുവിലെ മദിക്കരയിൽ നിന്ന് കൊല്ലപ്പെട്ട ഭരത് ഭൂഷന്റെ വൃദ്ധമാതാക്കൾ ഇന്ന് രാവിലെയോടെ മാത്രമാണ് മകൻ മരിച്ചതറിഞ്ഞത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീട്ടിലെത്തി ആദരമർപ്പിച്ചു. മഞ്ജുനാഥ് റാവുവിൻ്റെ മൃതദേഹം രാവിലെ 10 മണിയോടെയാണ് ശിവമോഗയിലെ വീട്ടിലെത്തിച്ചത്. ഗുജറാത്ത് സ്വദേശികളായ അച്ഛൻ യതീഷ് പാർമറിൻ്റെയും മകൻ സുമിത് പാർമറിൻ്റെയും മൃതദേഹം ഒരുമിച്ച് വീട്ടിലേക്ക് എത്തിച്ചത് ഹൃദയഭേദക കാഴ്ചയായി മാറി. സൂറത്തിൽ നിന്നുള്ള സുരേഷ് കാലാദിയുടെ മൃതദേഹം രാവിലെ സംസ്കരിച്ചു. ഒഡീഷ സ്വദേശി പ്രശാന്ത് സത്പതി, രാജസ്ഥാൻ സ്വദേശി നീരജ് ഉദ്വാനി, അസമിൽ നിന്നുള്ള താഗെ ഹീലങ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കും. 24 ചെന്നൈ.